ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ രാത്രി നൈറ്റ് കിടക്കുന്ന വരെയുള്ള ടൈം അത്ര നേരത്തെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം രാവിലെ ഞങ്ങൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ആദ്യക്കുട്ടൻ അവൻ്റെ പിള്ളേരെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ടോയ്സ് എല്ലാം കൂടെ ഞാൻ എടുത്ത് കൊടുത്തിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണക്കപ്പ് പുഴുങ്ങിയതും പിന്നെ ഉണക്കമീൻ കറിയുമായിരുന്നു കേട്ടോ, തേങ്ങ ഒക്കെ അരച്ചിട്ടൊരു കറി. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇടാഞ്ഞത്. അപ്പം ഉണക്കപ്പൊക്കെ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി മീൻകറിയും എല്ലാം ഒന്ന് വേറെ പാത്രത്തിൽ പകർത്തിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വലിയൊരു അബദ്ധം പറ്റിയതാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഉണക്കക്കപ്പയും ഇഷ്ടമല്ല, മീൻകറിയും ഉണക്ക ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ ഇതൊന്നും ഓർക്കാതെ തലേന്ന് എനിക്കൊരു അളവും അറിയത്തില്ലായിരുന്നു, ഒരു ലോഡ് കപ്പ എടുത്ത് അങ്ങ് കുതിരാനിട്ടെ. രാവിലെ ആയി നോക്കിയപ്പോഴത്തേനും കപ്പ കുതിർന്ന് ഇരട്ടിയാകുമല്ലോ. ഇത് ഓർക്കാതെ എടുത്തിട്ടത്. എന്നിട്ടാണ് രാവിലെ വേണേൽ കുറച്ച് വാരി മാറ്റി വെച്ചാലും മതിയായിരുന്നു. ഞാൻ അതും ചെയ്തില്ല. ഇവർ കഴിക്കത്തില്ല എന്നുള്ള കാര്യം ഓർക്കാതെ അത് മൊത്തം വെന്തെടുത്ത് അങ്ങ് കപ്പയാക്കി പുഴുക്കാക്കി. പിന്നെ എന്നാ ചെയ്യാനാ, എനിക്ക് പറ്റാവുന്ന പോലെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഇതേണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-2 ദിവസമായിട്ടൊക്കെ കഴിക്കണമെന്ന് ഓർക്കുന്നു. പക്ഷെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകുമല്ലോ, ഇഷ്ടക്കേടാവും. പിന്നെ എന്നാണല്ലോ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. പിന്നെ ഇപ്പോൾ സമയം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്, കപ്പയൊക്കെ പുഴുങ്ങി വന്നപ്പോഴത്തേനും. അപ്പോൾ ചോറ് അതുകൊണ്ട് ഇനി ഈ കുക്കറിനകത്തോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചേ. കാരണം ഇനിയിപ്പോൾ നമ്മുടെ റൈസ് കുക്കറിൽ വെക്കാൻ നിന്നാൽ കഴിക്കാൻ നേരമാകുമ്പോഴത്തേനും ചോറൊന്നും ആവത്തില്ല. അല്ലെ പിന്നെ വെള്ളയരി ഇടണം, അതാണെങ്കിൽ കഴിച്ച് മടുത്തു. അപ്പോൾ പിന്നെ ഈ കുക്കറിനകത്തോട്ട് തന്നെ ആക്കി. ഇതിലിടുമ്പോഴത്തേനും ഇച്ചിരി ഒന്ന് വെന്ത് കുഴഞ്ഞൊക്കെ പോകും, എന്നാലും സാരയിൽ നോർത്ത് ഇന്ന് അങ്ങനെ അതിലാക്കിയേ. അപ്പം അതിനപ്പുറത്തിരുന്ന ഒരു കുഞ്ഞി ചട്ടിയില്ലേ, കുടം പോലത്തെ, അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കലം ബിരിയാണി മേടിച്ചതിൻ്റെയാണ്. അപ്പം അതിനകത്ത് ഞാൻ മീൻകറി വെക്കാമെന്നൊക്കെ ആയിരുന്നു ആദ്യമേ ഓർത്തത്. പക്ഷേങ്കിൽ അത് എടുത്തപ്പോഴത്തേനും അതിനപ്പടി ഒരു സ്മെല്ലേ, മണ്ണിൻ്റെ ഒരു സ്മെല്ലൊക്കെ ആയിരുന്നു. പിന്നെ ഇനി അതിനകത്ത് വെച്ചിട്ട് അതുപോലെ കറി ലീക്കാകുമോ, ചട്ടി മയക്കിയൊക്കെ എടുക്കണമെന്നാണല്ലോ പറയുന്നത്. അതൊന്നും ചെയ്യാഞ്ഞുകൊണ്ട് പിന്നെ അതങ്ങ് ഒഴിവാക്കിയിട്ട് വലിയ ചട്ടിയിൽ ഇച്ചിരി മീൻകറിയും ഉണ്ടായിരുന്നുള്ളേ. കുറച്ചുകൂടെ മീൻകറി വെക്കണ്ടായിരുന്നു എന്നാലും ഞാൻ ഓർത്തു. പക്ഷേങ്കിൽ ഇവർ കൂട്ടത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അധികം വെച്ച് കളയാനും ഏതായാലും ഭാഗ്യത്തിന് അധികം വെച്ചില്ല. അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം തന്നെ ബാക്കി കുറച്ച് ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം എനിക്ക് ആ സ്ട്രോബെറിയുടെ ഇഷ്ടം, ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാഞ്ഞുകൊണ്ട് അത് മിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ചൂട് കാരണം വയ്യ. ഓൾറെഡി ഇവിടെ ഒരു മഴക്കാറാണ്, അപ്പോഴത്തേനും ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഇരുന്ന് ഐസ്ക്രീമും കഴിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ ഒന്നൊരു ഫുൾ ക്ലീനിങ് ആട്ടോ. കുറച്ച് ദിവസമായി ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യമൊക്കെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. മറ്റേ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇച്ചിരി സമയം കുറവാണ്, ഇച്ചിരി ബിസി ആയതുകൊണ്ട് പരിപാടിയൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ് നടക്കുമായിരുന്നു. അപ്പം നേരെ അവിടെ എല്ലാം ഞാനും ആദ്യക്കുട്ടിനോട് ബിൽഡിംഗ് സെറ്റും എല്ലാം ഒന്ന് പിറക്കിയേ. എന്നിട്ട് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ പിറക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇച്ചിരി കഴിയുമ്പോൾ നിരത്തും. എന്നാലും അതെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പിറക്കിയേ. അല്ലെന്നുണ്ടെങ്കിൽ അവത്തേൽ ഞാൻ എപ്പോഴും അതിങ്ങനെ പിറക്കി മാറ്റി വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവത്തെ ചവിട്ടി തെന്നി 1-2 വട്ടം ആദ്യം വീണു, ഞാൻ വീണു. അതുപോലെ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൊണ്ടു കഴിയുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണല്ലോ. അതെല്ലാം അങ്ങനെ ഒന്ന് പിറക്കി മാറ്റി പിന്നെ ഒന്ന് തൂത്ത് വാരി പകുതി എത്തിയപ്പോഴത്തേനും ഞാൻ സ്വിച്ച് ബോർഡിൻ്റെ കാര്യം ഓർത്താൽ സ്വിച്ച് ബോർഡിലെല്ലാം അപ്പടി പൊടിയായിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം നമ്മൾ ആ ഫ്രണ്ടിലെ ജനൽ ഇങ്ങനെ തുറന്നിടുന്നതുകൊണ്ടാട്ടോ ഇത്രയും പൊടി സ്വിച്ച് ബോർഡിലും അതുപോലെ ഇവൻ്റെ അവിടെ ഇരിക്കുന്ന ടോയ്സിലെല്ലാം പൊടിയായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു മടിയുമാണ്, സമയവും കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ഇന്നൊന്ന് ചെയ്തുകൊണ്ട് ഇനിയും ഡെയിലി ചെയ്യണം. അപ്പോൾ പിന്നെ അധികം പൊടിയൊന്നും പിടിക്കത്തില്ല. അങ്ങനെ അതും ആ ടോയ്സ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കുക. ആ മുകളിലിരിക്കുന്ന ടോയ്സ് എല്ലാം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. താഴത്തെ പിന്നെ ഞാൻ തൊടാനേ പോയില്ല, കാരണം അത് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അവിടെ ഒന്നും പൊടിയില്ലേ. ഈ ചെറിയ ടോയ്സ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് എടുക്കാറില്ല. അപ്പം അതിലെല്ലാം അപ്പടി പൊടിയായിരുന്നു. നമ്മൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് കിടന്ന് ക്ലീൻ ചെയ്തിട്ട് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ വീണ്ടും അത് നോക്കാതെ അവിടെ ഇട്ടിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഇരട്ടി പണിയാണ് ചെയ്യുന്ന ദിവസം. അതിലും പേര് നമ്മൾ ഡെയിലി ഇതുപോലത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും നമ്മളിപ്പോൾ ചിലപ്പോൾ മുഴുവൻ ചെയ്യണമെന്നില്ല, നമുക്ക് പറ്റുന്ന കുറച്ച് ഭാഗം വെച്ചാണെങ്കിലും ഒന്ന് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാം ഒന്ന് തൂത്തുവാരി. ഇപ്പം 2 ട്രിപ്പ് തൂത്തേ. അത് കഴിഞ്ഞ് വന്നത് നാളത്തേന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാമെന്നോർത്ത് അപ്പത്തിനുള്ള അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കേട്ടോ, കഴുകി. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ ഞങ്ങളൊന്ന് പ്ലാൻ മാറ്റി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏതായാലും വെള്ളത്തിലിട്ട് കുഴപ്പമില്ല, അരി പറഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അതെടുത്ത് കഴുകി വാരി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എടുക്കാമെന്നാക്കിയേ.
അത് കഴിഞ്ഞ് പിന്നെ ഇതേണ്ട ഞാനും ആദ്യകൂടിനൂടെ തുടയ്ക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി ഹെൽപ്പർ ഇതാകട്ടോ. ഞാൻ തുടയ്ക്കാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ജന്മം ചെയ്ത തരുവല്ല, അവൻ തുടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ ഞാൻ ആദ്യമേ ഒന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ ആ വെള്ളത്തിൽ കൂടെ ചവിട്ടി നടക്കുന്നു. ഇനി തെന്നി വീണാലോ എന്നോർത്ത് വഴക്ക് പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തിയേ. അപ്പോഴത്തേനും പിണങ്ങി അവൻ വേണ്ട സങ്കടപ്പെട്ടിരുന്നു. പിന്നെ ഓർത്തെന്നാൽ കൊടുത്തേക്കാൻ, തുടക്കട്ടെ, കൊതി തീരെ തുടക്കട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുക, ഞാൻ തുടയ്ക്കുന്ന കണ്ടുകൊണ്ട് അമ്മ അവിടെ നിന്ന് വിശ്രമിക്കാനൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഏതായാലും ഞാൻ കൊടുത്തു. ഓൾറെഡി ആ സാധനത്തിന് ഭയങ്കര വെയിറ്റ്, അതുകൊണ്ട് എത്ര നേരം നിൽക്കുമെന്ന് നമുക്കറിയാം. പിന്നെ വെറുതെ ഇനി പിണങ്ങണ്ട, ഇനിയിപ്പോൾ ചെയ്യാനുള്ളൊരു മനസ്സ് കളയണ്ടെന്നൊക്കെ ഓർത്തങ്ങ് കൊടുത്തു. അപ്പോൾ ആൺപിള്ളേരെ ആണെങ്കിലും നമ്മൾ ഈ പ്രായത്തിലൊന്നും ചെയ്യിക്കേണ്ട കാര്യമില്ല, എന്നാലും ഇനി ഒരാഗ്രഹം പറയുന്ന സമയത്ത് അങ്ങ് കൊടുത്തേക്കാന്ന് ഞാൻ ഓർത്തേ. അപ്പം എന്നാ വലുതാകുമ്പോഴത്തേനും ആണെങ്കിലും ഇനി നമ്മളൊന്നും ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ചില്ല എന്നുള്ളൊരു ഇതൊന്നും പറയണ്ടല്ലോ ചോദിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ അത് ഞാൻ കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ട്. പിന്നെ ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ എത്ര നാൾ കാണും, എത്ര വയസ്സ് വരെ കാണുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഈ കാണിക്കുന്ന ഇതൊക്കെ കുഞ്ഞിലത്തെ ഉള്ള ഓരോ ഇത്, വലുതാകുമ്പോഴത്തേനും ഇതുപോലൊക്കെ സഹായിക്കുവാണെങ്കിൽ ഓക്കെ. അങ്ങനെ തന്നെ ആണെങ്കിലും എന്തേ പാവം ഇന്ന് കുറച്ച് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് എല്ലായിടം തുടയ്ക്കാൻ നേരത്തെ ഇച്ചിരി ഭാഗം ഞാനും കൊടുത്തേ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും തേണ്ട ഞാനത് തരാൻ പറഞ്ഞപ്പോഴത്തേനും തിരിച്ച് തന്നു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഈ പിള്ളേരെ ചുമ്മായിട്ട് വഴക്ക് പിടിപ്പിക്കാതെ എന്നാ ചോദിക്കുമ്പോൾ ഒന്ന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം നമ്മളൊന്ന് കൂട്ടത്തിൽ കൂട്ടുന്ന പോലെ അവർക്ക് തോന്നുകയും ചെയ്യും. പിന്നെ വലിയ വഴക്കം ഉണ്ടാക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് സമാധാനിപ്പിക്കാനാണല്ലോ ഏറ്റവും വലിയ പാട്. അങ്ങനെ തന്നെയാണെങ്കിൽ തുടയ്ക്കാനൊക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തുടച്ച്. അപ്പോൾ അവനാണ് എൻ്റെ പുറകെ നടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ദേണ്ട എല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് ഉച്ച കഴിഞ്ഞുള്ള വീഡിയോ കേട്ടോ. ഞങ്ങൾ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ മടുത്ത്, തൂക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോഴത്തേനും പാലില്ല ചായ എടുക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ കയറി കുറച്ച് സാധനം മേടിച്ചേ. പാല് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെയും തീർന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനം മേടിച്ചേ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കും കേട്ടോ, സാധനം എല്ലാം ഉണ്ടോ എന്ന്. അവരെല്ലാം വെക്കും കേട്ടോ, ഇതുവരെ അങ്ങനെ ഒന്നും മറന്ന് വന്നിട്ടില്ല. എന്നാലും ഞാൻ എല്ലാ പ്രാവശ്യവും മൊത്തം ഒന്ന് എടുത്തിട്ട് എല്ലാ സാധനവും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കവറും ഞാനങ്ങ് കൈയോടെ എടുത്ത് വെക്കുക, വേസ്റ്റ് കളയാനോ എന്തിനെങ്കിലും എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യക്ക് ചിപ്സ് വേണമെന്ന് എന്നോട് ഇന്നലെ പറഞ്ഞായിരുന്നു. അതും കൂടെ ഓർത്തിട്ടാട്ടോ ഞാൻ ഇതിപ്പോൾ മേടിച്ചത്. അപ്പോൾ മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവന് വേണ്ട, അവൻ ഉദ്ദേശിച്ച് ഇതായിരുന്നില്ല, ലേസ് ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്കറിയായിരുന്നു കേട്ടോ അവൻ ലേസാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ അവനെ നൈസായിട്ടൊന്ന് പറ്റിച്ചേട്ടോ, ഉപ്പേരിയാണ് ഉദ്ദേശിച്ചതെന്ന് കരുതിയെന്ന്. കാരണം ഉള്ള ലേസ് എല്ലാം കൂടെ തിന്നണ്ടല്ലോ എന്നോർത്ത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അങ്ങ് ഭാവിച്ചു കേട്ടോ. അവന് ലേസ് കിട്ടുമ്പോഴത്തേനും വലിയ താല്പര്യമാണ്. ഉപ്പേരിയും ചക്കുപ്പേരിയും അങ്ങനത്തെ സാധനം ഒന്നും ഇഷ്ടമില്ല. പിന്നെ ഇതുപോലെ അതെ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പം ബ്രെഡും ജാമും ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമാണ്, ഒരുപോലെ ഇഷ്ടം. അപ്പോൾ പിന്നെ അത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അതേ പാല് ഞങ്ങൾക്ക് ചായ എടുക്കുക. ഇന്ന് ഞാൻ ആദ്യക്കുട്ടനും ചായ ആയിട്ട് തന്നെ എടുത്തത്. ഇവിടെ അവൻ്റെ ബൂസ്റ്റ്, ഞാൻ കുഞ്ഞു പാക്കറ്റായിട്ടുള്ള ബൂസ്റ്റാണ് മേടിക്കുന്നത്. അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഓർഡർ ചെയ്ത സത്യം ഞാൻ മറന്നുപോയി. പിന്നെ അവനും ചായ ആയിട്ട് തന്നെ അങ്ങ് എടുത്തു. ഇതിപ്പോൾ അതുപോലെ ഒരു അബദ്ധം പറ്റിയാണ്. ഇവന് ഞാൻ ഇന്നലെയും ഒക്കെ ചായ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ ഇവന് സെപ്പറേറ്റ് പാലെടുത്തിട്ട് ഒരു നുള്ളു പൊടി ഇട്ടങ്ങ് കൊടുക്കും. അങ്ങനെ ആയിരുന്നു. ഇതിപ്പം ഞാൻ ഓർക്കാതെ മൊത്തത്തിൽ അങ്ങ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചായ എടുത്തു. പിന്നെ ആദ്യക്കുട്ടന് തണുപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ആറ്റാനൊക്കെ വെച്ച് അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താഴോട്ടൊന്ന് കളിക്കാൻ വേണ്ടി ഇവന് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേനും കൊണ്ടുപോകാം. ഞാനാണെങ്കിൽ അങ്ങനെ എന്നും ഒന്നും കൊണ്ടുപോകാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം താഴെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ പിള്ളേരുടെ കളി കാണുമ്പോൾ നമുക്ക് തന്നെ പേടി വരുവേ. ഭയങ്കരമായിട്ട് ഓടിച്ചാടി ആടിയും പിടി. എനിക്കിപ്പം ഭയങ്കര പേടി അങ്ങനെ തന്നെ വിടാൻ. അതുകൊണ്ട് ഞാനും ആദ്യക്കുട്ടിൻ്റെ ഇവിടെ തന്നെ പോവുകയെ. അപ്പം വേണ്ട ഞങ്ങൾ പോകാൻ ഇറങ്ങി. ആദ്യക്കുട്ടിനാണെങ്കിൽ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, ഞങ്ങൾ ലിഫ്റ്റേ കയറത്തില്ല, ഇവന് ഭയങ്കര പേടിയാണ്. അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ ക്ലിപ്പ് ഇതിനകത്ത് വന്നില്ല കേട്ടോ, പറയുന്ന വോയിസ്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കയറിയേ. അപ്പം ഞാനും പറഞ്ഞ പോലെ ഇവനെ എല്ലാ ദിവസവും ഇങ്ങനെ പെരയ്ക്കകത്തിരുന്ന് മുരഞ്ഞ് പാവമുണ്ടല്ലോ. നമ്മളൊക്കെ കൊച്ചിലെന്ന് പറഞ്ഞാൽ ഏതു നേരം പറമ്പിൽ കളിയായിരുന്നല്ലോ. അപ്പം എല്ലാവർക്കും കാണുമല്ലോ അതുപോലത്തെ ആഗ്രഹങ്ങൾ കുഞ്ഞാണേലുവേ. അങ്ങനെ ഞാനതുകൊണ്ടാട്ടോ ഇറക്കിയത്. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ പേടിയാണ് പിള്ളേരുടെ വഴക്കും കാര്യമൊക്കെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇറക്കാതെ വെച്ചോണ്ടിരുന്നത്. പിന്നെ പിള്ളേർക്ക് തന്നെയാണെങ്കിലും പിള്ളേരെ കാണുമ്പോഴാണല്ലോ ഒരു സന്തോഷം. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്ന് അവനതേ ഡ്രസ്സൊക്കെ മാറ്റി കുളിപ്പി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇതേ ആദ്യക്കുട്ടൻ ഓർഡർ ചെയ്തൊരു സാധനം വന്നു കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് ഒരാഴ്ച മറ്റോ ആയി. ഇത് റീഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡേറ്റ് കാണിച്ചിട്ടും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇവൻ എന്തോ ഒരു കണ്ടെയ്നർ വേണമെന്ന് പറഞ്ഞ് അമ്മമ്മയും കൊച്ചുമോനോടുള്ള ഒരു ഓർഡർ ചെയ്ത പരിപാടിയാണ്. സാധനം വന്നപ്പോൾ നോക്കി ഒരു കൈ പിടിക്കുക കുഞ്ഞു സാധനം. ഉദ്ദേശിച്ചത് വലിയതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം അമ്മ കൈയോടെ ഫോൺ വിളിച്ച് കാണിച്ചു കൊടുക്കുക.
അപ്പം ആദ്യക്കുട്ടന് ആദ്യം ഒന്ന് സങ്കടമായിട്ടുണ്ടായിരുന്നു, കാരണം ഉദ്ദേശിച്ചത് വലിയതാണ്, അപ്പോൾ വിലയ്ക്കൊത്തതില്ല, തീരെ ചെറുതാ. പിന്നെ അങ്ങ് അവന് അത് കണ്ടെയ്നർ തിരിയും, അതിൻ്റെ ഹെഡ് തിരിയും, അങ്ങനെയൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഓക്കെ ആയി. പിന്നെ ഞാൻ കൂടുതലൊന്നും ഒന്നിനും പോയില്ല, അല്ല ഇപ്പം ഞാൻ ഇനി വേറെ മേടിച്ച് കൊടുക്കേണ്ടി വരുവേ, അതുകൊണ്ട് പിന്നെ വിഷയം മാറ്റി. പിന്നെ നേരെ ചെന്ന് രാത്രി ആയപ്പോഴത്തേനും ബിരിയാണി വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചോറ് മിച്ചം ഇരിപ്പുണ്ടായിരുന്നത് അപ്പം തന്നെ നേരെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് കയറ്റിയേ, കാരണം ഇനി ഇരിക്കും തോറുവാണല്ലോ ചോറിനൊരു അഴുക്ക് ഇത് വരുന്നത് പഴയതാവുന്നതേ. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇതുപോലെ പഴയ ചോറ് കഴിച്ച് പണി കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി, അപ്പം തന്നെ അതുകൊണ്ട് കയ്യോടെ അങ്ങ് കയറ്റിയേ. പിന്നെ ഇച്ചിരി വഴുതനങ്ങ പിന്നെ നമ്മുടെ കത്രിക്ക തോരൻ വെക്കാന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നു. അപ്പം അതെല്ലാം തൈരും തേങ്ങയും അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയെല്ലാം കയ്യോടെ ഫ്രിഡ്ജിലോട്ട് കയറ്റിയേ. പിന്നെ വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേനും പിന്നെ എല്ലാം ഒന്നുകൂടെ നിരത്തിയിട്ടിട്ടുണ്ട്. അത് പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പിന്നെയും പറക്കി വെക്കുവാണ്. അപ്പം ഇവന് ഞാൻ വരുന്ന കാണുമ്പോഴേ അറിയാം ഇതുപോലെ എന്തോ പറയാനോ പറക്കാനോ ഞാൻ വരുന്നതെന്ന്. അപ്പം ആദ്യം നൈസായിട്ട് ആദ്യം കൂടെ കൂടും ഓരോന്നങ്ങ് പറഞ്ഞുകൊണ്ടേ. പിന്നെ ഞാൻ വഴക്കൊന്നും പറയാൻ നിന്നില്ല. പിന്നെ അതെല്ലാം കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് പെറുക്കി വെച്ച് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ബിരിയാണി അപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, അതാട്ടോ. ഇതിന് ഭയങ്കര എരിയാണ്. അപ്പം ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു, എനിക്കും കൊച്ചിനുമേ. പക്ഷെ ഇപ്പം ഇത് കഴിച്ച് ഞങ്ങൾക്കും ഇത് ശീലമായിട്ടുണ്ട്. മേഘന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടുത്തെ ബിരിയാണിയാണ്. ബിരിയാണി പിന്നെ ഒരു ചിക്കൻ ലെഗ് റോസ്റ്റും, അങ്ങനെ 2 ഐറ്റം. അങ്ങനെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് നോർമലി നമ്മുടെ അവിടുത്തെ ബിരിയാണി ഒന്നും കഴിക്കുമ്പോൾ കൊണ്ട് വലിയ ടേസ്റ്റ് തോന്നത്തില്ല. ഇവിടുത്തെ ആണെങ്കിലും ബിരിയാണിക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഈ ഹൈദരാബാദി കഴിച്ച് ഇപ്പം അതിനോടായി ഒരു ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് വന്ന് നോക്കി, ആദ്യക്കുട്ടൻ കഴിച്ചപ്പോഴത്തേനും മൊത്തം എല്ലാം ആക്കി, ഡ്രസ്സേലും അവിടെ എല്ലാം ആക്കിയിരിക്കുവാണ്. അപ്പോൾ ഇതും കൂടെ കൊണ്ടുപോട്ടോ ഞാൻ ഇവൻ എപ്പോഴും വാരി കൊടുക്കുന്നത്. അല്ലെ പിന്നെ ഇതെല്ലാം വാരാനും പറക്കാനും എല്ലാം പോകണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എൻ്റെ പണിയും അത്രയും കുറയും. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ഈ വർഷം തൊട്ട് സ്കൂളിൽ തന്നെ പോയി കഴിക്കണം, ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകണം. അതുകൊണ്ട് പിന്നെ ശീലിച്ചോടെന്ന് ഓർത്ത് ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി കൊടുത്തേക്കും. ഇച്ചിരി താഴെ ഇട്ടാണേലും കുഴപ്പമില്ല, വീണാണല്ലോ നമ്മൾ നടക്കാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ചോറൊക്കെ ആണേലും താഴെ വീണ് അങ്ങനെ തന്നെ വാരി കഴിക്കാൻ പഠിച്ചോളും. അറിയാം, എന്നാലും ഇതുപോലെ ഫുള്ളൊന്ന് താഴെയൊക്കെ വീഴുമെന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ നമ്മളൊക്കെ. ഞാനാണേലും പണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂളിൽ ചെന്ന് ചോറും പാത്രം തുറന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേനും അതിനകത്തുണ്ടായിരുന്ന മുക്കാലും ചോറും ചോറ്റുപാത്രത്തിൻ്റെ വട്ടം അങ്ങനെ ഇരിക്കുമായിരുന്നു. അതങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ആദ്യകൂട്ടൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി അവനെ ഒന്ന് ഫ്രഷ് ആക്കിച്ചിട്ട് പിന്നെ നേരെ വന്ന് പാത്രമെല്ലാം കഴുകാനുള്ളതെല്ലാം കഴുകി വെച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിരിയാണിയുടെയും ഒക്കെ മിച്ചം ഉണ്ടായിരുന്നു. അതുപോലെ തൈരാണെങ്കിലും നമ്മൾ പൊട്ടിച്ചായിരുന്നു. ഇതിന് സാലഡ് ഭയങ്കര കുറവായിരുന്നേ. അപ്പോൾ അതെല്ലാം എടുത്ത് തിരിച്ച് കയറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് അവിടെ ഇവിടെ എല്ലാം ഫുഡിൻ്റെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കയ്യോടെ അങ്ങ് തുടച്ച്, അല്ലെന്നുണ്ടെങ്കിൽ അവത്തേൽ പാടാകും നമ്മുടെ ആ ടേബിളിൻ്റെ മാറ്റയിലെല്ലാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വാഷ് ബേസിൻ എല്ലാം ഒന്ന് കഴുകി. ഈ വാഷ് ബേസിനൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകുന്ന കൂടെ ആ പാത്രം പോലെ തന്നെ അങ്ങ് ഓർത്താൽ മതി. കഴുകി വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പമാണ്. പിന്നെ കഴുകുമ്പോഴത്തേനും വലിയ ബലത്തിലൊന്നും കഴുകണ്ട, ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടാൽ മാത്രം മതിയേ. അപ്പം അതെല്ലാം ഒന്ന് ചെയ്ത് പിന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് എല്ലാം സ്പ്രെയർ വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്ത് പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്തും വാരിയേ. ഈ സ്റ്റൗവ് എന്നുള്ള പൊടിയൊക്കെ കാണും, അപ്പോൾ അതെല്ലാം തൂത്തുവാരി കളഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം കോഫിയുമായിട്ട് നേരെ പോയി. പിന്നെ അതൊക്കെ കുടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ആദ്യക്കുട്ടനാണ് TV ഒക്കെ ഓഫ് ചെയ്യാതെയായിരുന്നു കയറിപ്പോയത്. അപ്പം ഞാൻ TV ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ അവൻ്റെ പിള്ളേരെ രാവിലെ കട്ടിലേന്ന് കൊണ്ട് ഇവിടെ കൊടുത്തു, ഇനി തിരിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പം ഇനി നേരെ കിടന്നുറങ്ങും. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാമേ.